വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഷലോം TV യുവജനങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിന് സുവിശേഷമായിട്ട് ഒരുക്കുന്ന അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ സാധ്യതകളും ചർച്ച ചെയ്യുന്ന തിരുസഭയുടെ പഠനങ്ങൾ, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ടേണിംഗ് പോയിന്റ്. അതിനുവേണ്ടി നമ്മൾ സഹായിക്കാനായിട്ട് 2 കപ്പിൾസ് വന്നിട്ടുണ്ട്. മനു ആൻഡ് എൽറിയ, രണ്ടുപേരും എറണാകുളം കാക്കനാടുകാരാണ്. സ്വാഗതം മനു ആൻഡ് എൽറിയ. താങ്ക് യു സർ. നമ്മളിപ്പോൾ ഉള്ളത് അരുണും ഷാലറ്റുമാണ്. ഷാലു, ഇവർ രണ്ടുപേരും പുത്തൻകുരിശ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേണിംഗ് പോയിന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് വിവാഹത്തിന്റെ 3 ഒരുക്കങ്ങളെ പറ്റി പറഞ്ഞിട്ടാണ്. അകന്നൊരുക്കം, വെളി തിരിച്ചറിഞ്ഞ കാലം മുതലുള്ള ഒരാൾ എങ്ങനെ ഒരുങ്ങണം, ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ച് കുടുംബം ഒന്നിച്ചൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണം. അടുത്തൊരുക്കം ഒരു മനസ്സമ്മതമൊക്കെ മുതലുള്ള ഒരു വിവാഹം ഉറപ്പിച്ചതിന് ശേഷമുള്ള ഒരുക്കം. ഏറ്റവും അടുത്തൊരുക്കം വിവാഹത്തിന്റെ ദിവസങ്ങളിലെ, പ്രത്യേകിച്ച് ആ വിവാഹ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ബലിയും കൂദാശകളും. അതുകൊണ്ടാണല്ലോ ആ ഒരു ദിവസം മാത്രം, ആ ഒരു കൂദാശയ്ക്ക് മാത്രം പുരോഹിതൻ ബ്ലസ് ചെയ്യാൻ നിൽക്കുന്ന ആളും നിങ്ങൾ വിവാഹിതരാവുന്നവരാണ് അതിന്റെ കാർമ്മികരും. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ആ കൂദാശ അത്രയും പ്രാധാന്യം നിങ്ങൾക്ക് തരുന്നത്. അത്രയും വലിയ ഒരു അടുത്ത ഒരുക്കത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എങ്ങനെ ഇവർ ഒരുങ്ങി, അതുപോലത്തെ കാര്യങ്ങളാണ് ഇന്ന് ടേണിംഗ് പോയിന്റ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമുക്കതുകൊണ്ട് ചോയ്സ് തുടങ്ങാം. അരുൺ ആൻഡ് ഷാലറ്റ്, ഈ നിങ്ങളുടെ വിവാഹത്തിന് ഏറ്റവും അടുത്തൊരുക്ക ദിവസം, വിവാഹ ദിവസം, ആ ദിവസത്തെ പറ്റിയുള്ള മനോഹരമായ ഓർമ്മകൾ എന്തൊക്കെയാണ്? വിവാഹ ദിവസം എനിക്ക് തോന്നുന്നു ആ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് കയറുന്ന ആ ഒരു സമയം വരെ ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. എനിക്ക് പേടിയായിട്ടാണോ? എല്ലാം ഉണ്ടായിരുന്നു. കണ്ണൂരിന്ന് നമ്മൾ എറണാകുളം വരെ ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പനിയായി. അന്ന് രാത്രി കിടന്നപ്പോ എന്തോ 11:30-11:45 കഴിഞ്ഞു. തീരെ വയ്യാതെയാണ് കിടക്കുന്നത്. പിന്നെ രാവിലെ വെളുപ്പിന് എണീറ്റ് പാർലറില് പോണായിരുന്നു. 3 മണി 4 മണിക്ക് മിനിമം പോണമല്ലോ. അത് നമ്മുടെയും കൂടെ തീരുമാനമായിരുന്നു കേട്ടോ. എന്നാലും അങ്ങനെ എണീറ്റ് പോകേണ്ടി വന്നു. അപ്പം ഫിസിക്കലി ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, ഉറക്കം കിട്ടാത്തതിൻ്റെയും പനിയുള്ളതിൻ്റെയും. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കുർബാനയ്ക്ക് ഇടയ്ക്ക് ഞാൻ തലയിറങ്ങി വീഴും. അത്രയും ഫിസിക്കലി ഞാൻ ടയർഡായിരുന്നു. ബ്രേക്ക് ചെയ്തോട്ടെ, എനിക്കിങ്ങനെ സൊല്യൂഷൻ ഒന്നും ഇല്ല, എന്നാലും വിഷമവും വിഷമവും കൊണ്ട് പറയുന്നതാണ്. ഈ രാവിലെ 3 മണിക്കൊക്കെ നിങ്ങളെയൊക്കെ എഴുതിപ്പിച്ചിട്ട് പെൺപിള്ളേരെയൊക്കെ അവരുടെയും കൂടെ താല്പര്യം, അവരുടെ സ്പെഷ്യൽ ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാം. പിന്നെ ജീവിതത്തിൽ ഒരു വിവാഹമൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഉറപ്പായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് പള്ളിയിലൊക്കെ വന്നിരിക്കുന്നത് കാണുമ്പോൾ സഹതാവുന്നതാണ്. സൊല്യൂഷൻ എനിക്ക് പറയാൻ അറിയില്ല. ചിന്തിക്കുക, ഇത്രയൊക്കെ നമ്മൾ സമയത്തിന്റെ പ്രശ്നമാണ്. പറഞ്ഞോളൂ. അങ്ങനെ ഒരു അവസ്ഥ ആവരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വിശുദ്ധ കുർബാന അത്രയും കാലങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ആഗ്രഹിച്ച് കാത്തിരുന്ന ദിവസത്തിന്റെ ഏറ്റവും, നിങ്ങൾ കാർമ്മികരാകുന്ന ഏക കുർബാനയും കൂദാശയൊക്കെയാണ്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം വിശുദ്ധ കുർബാനയാണെന്നുള്ള വലിയ ബോധ്യം ഉണ്ടായിരുന്നു. അതിങ്ങനെ ക്ഷീണിച്ച് വയ്യാതെ നിൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇമോഷണലിയും നമുക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടൊക്കെയോ ഭയങ്കര പേടികളുണ്ടായിരുന്നു ആ ഒരു സമയം. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് കയറി, ആ ദേവാലയത്തിലേക്ക് കയറി വിശുദ്ധ കുർബാന തുടങ്ങിയ ഒരു സമയം തൊട്ട് ഭയങ്കര ഒരു ഗ്രേസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ മാക്സിമം മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കൂടി എല്ലാ വിശുദ്ധ കുർബാനയിലും വെച്ച് ഏറ്റവും പങ്കാളിത്തത്തോടെ, ആഗ്രഹത്തോടെ, അത്രയും കൃപ അനുഭവിച്ച് കൂടിയ ഒരു വിശുദ്ധ കുർബാന അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 5 വൈദികരുണ്ടായിരുന്നു ആ വിവാഹ കുർബാന ഞങ്ങളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കുർബാന കൂടിയവരും ഒത്തിരി പേര് പറഞ്ഞു. അത്രയും ഒരു ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഉണ്ടായിരുന്ന എല്ലാ മടുപ്പും മാറി അത്രയും കൃപ സ്വീകരിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു ആ ഒരു വിശുദ്ധ കുർബാന. ഈ റെസ്റ്റ് ഓഫ് ദ ലൈഫിന് വേണ്ടിയുള്ള സകല എനർജിയും സ്വീകരിക്കപ്പെടേണ്ട ഒരു അനുഗ്രഹീത സമയമാണത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈവൻ ഞങ്ങളുടെ വിവാഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവരും കടന്നു പോകുന്നൊരു ക്ഷീണം, ഒരു ഭയങ്കര പേടി, എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കൺസേണൊക്കെ കൂടിയാണ് നമ്മൾ ശരിക്കും പള്ളിയിലോട്ട് കയറുന്നത്. പക്ഷെ റൈറ്റ് ഫ്രം ദ മൊമെന്റ് നമ്മൾ പപ്പ മനുവിൻ്റെ എന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും പള്ളിയിലോട്ട് കയറി ചെല്ലുന്ന ആ മൊമെന്റ് തൊട്ട് നമ്മുടെ ഉള്ളിൽ കയറുന്ന ഒരു വേറൊരു ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേസ് തന്നെ ആ മൊമെന്റ് തൊട്ട് ശരിക്കും വിവാഹം എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു യൂണിറ്റി അല്ലല്ലോ, അവിടെ ദൈവവും ഒരു ട്രിനിറ്റേറിയൻ അതിന്റെ ശരിക്കും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന അപ്പോഴാട്ടോ ശരിക്കും ആ ഒരു മാട്രിമോണിയൽ സാക്രമെന്റൽ പുരോഹിതൻ ബ്ലെസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന
ശരിക്കും ഭയങ്കര ഞങ്ങളുടെ വിവാഹ കാർമ്മികൻ അച്ഛനായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറയുന്നതല്ല, അതുകൊണ്ട് പറയുന്നതല്ല. പക്ഷെ ഭയങ്കര ബ്ലെസ്സിങ്, ഭയങ്കര ഒരു അനോയിന്റിങ്ങും ഭയങ്കര ഒരു ഗ്രേസ്ഫുൾ ഒരു റിട്രീറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഞാനിവരോട് പൊക്കി പറയാൻ വേണ്ടി പൈസ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അതായത് എൻ്റെ പബ്ലിക് ആയിട്ടുള്ള ആദ്യത്തെ ലാറ്റിൻ മലയാളം മാസമായിരുന്നു. ഞാൻ ഒത്തിരി എനിക്ക് ഇംഗ്ലീഷ് കുർബാന ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ പഠിച്ചത് പുറത്തായിരുന്നതുകൊണ്ട് എനിക്ക് ലാറ്റിൻ മാസം ചെല്ലാൻ എനിക്ക് ഇംഗ്ലീഷ് കുർബാന ചെല്ലാൻ ഇഷ്ടം, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എൻ്റെ ആദ്യത്തെ പബ്ലിക് ആയിട്ടുള്ള ലത്തീൻ കുർബാനയായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാനിങ്ങനെ പേടിച്ചൊക്കെയാണ്. അപ്പോൾ എന്നോട് എന്നാ ഈ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അന്ന് ഇവരെ വിവാഹം ബ്ലെസ് ചെയ്ത ജസ്റ്റിൻ അച്ഛൻ മരിച്ച ദിവസമാണ്. അപ്പോൾ അച്ഛൻ്റെ ശവടക്ക് നടക്കുകയാണ്, ഞങ്ങൾക്ക് പോകാൻ പറ്റും. എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു, ഭയങ്കര വിശുദ്ധനായ, അതിവിശുദ്ധനായ, ഞാൻ കണ്ടേക്കുന്ന എൻ്റെ ലൈഫ് ടൈമിൽ കണ്ടേക്കുന്ന ഏറ്റവും വിശുദ്ധിയുള്ള അച്ഛൻ. അപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് മലയാളം കുർബാനയൊക്കെ നീ അങ്ങ് ചെല്ലാമോനെന്ന് പറഞ്ഞിട്ട് എന്നെ കയറി. ഞാൻ എനിക്ക് വിറച്ചൊക്കെ അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഇവരെ മുമ്പിൽ കണ്ടപ്പോൾ ഇതായാലും ചിരിച്ച് സന്തോഷം നിൽപ്പുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി. അവിടെ നിന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത്. എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ ക്ഷീണമൊക്കെ ആണെങ്കിലും കുർബാനയൊക്കെ പ്ലസന്റ് ആയിട്ട് നിന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ കല്യാണ ഫോട്ടോ ഒക്കെ വരത്തുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ തോന്നരുത്, കാരണം നിങ്ങളുടെ മക്കൾക്ക് പോലും തോന്നരുത് പപ്പായും അമ്മയൊക്കെ സങ്കടപ്പെട്ടായിരുന്നു പള്ളിയിൽ പോയത്, തീരെ താല്പര്യമില്ലായിരുന്നു തോന്നരുത്. ശരിക്കും നമ്മുടെ ഒരു സെലിബ്രേഷൻ ആണല്ലോ, നമ്മുടെ വിവാഹത്തിന്റെ ഒരു സെലിബ്രേഷൻ ആണ് നമ്മുടെ അവിടെ കുർബാനയിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുകയാണ് നമ്മുടെ ഒരു സെലിബ്രേഷൻ തുടങ്ങുകയാണ്, ആ മാരിറ്റൽ ലൈഫിന്റെ ഒരു സെലിബ്രേഷൻ തുടങ്ങുകയാണ്. ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ, നമ്മൾ ശരിക്കും വാവ് എടുക്കുകയാണല്ലോ അവിടെ, സന്തോഷത്തിലും സമാധാനത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ കുർബാനയുടെ സമയത്ത് ഈ വവ് എടുക്കുന്ന സമയത്ത് കൊച്ചു പിള്ളേരുടെ ഇത് കാണാപ്പാടം ചെല്ലാറുണ്ട് അവിടെ വന്നിട്ട്. അവര് വവ് എടുക്കുന്ന പോലെ എന്ത് ബ്യൂട്ടി അത് കാണാൻ തന്നെ. ഞങ്ങളുടെ ആ വവ് ഞങ്ങള് ഈവൻ സിംബോളിക് ആയിട്ട് ഞങ്ങളുടെ ഈ വെഡിങ് റിങ്ങില് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻഗ്രേവ് ചെയ്തത് ഞങ്ങളുടെ വോയിസ് ക്ലിപ്പ് തന്നെ, എൽറിയുടെ വോയിസ് ക്ലിപ്പാണ്. എൽറിയുടെ വോയിസ് ക്ലിപ്പിന്റെ ഇതാണ് ഇത്. ഞങ്ങള് ചെറുപ്പത്തിലെ ഞങ്ങളുടെ ആകെ കണ്ടേക്കുന്ന നമ്മുടെ ECG എടുക്കാൻ നേരത്ത് ഇതൊക്കെ വൺ ടൈം ഓർമ്മയാണ്. ചില ദുരന്തങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ എപ്പോഴും കൂടെ ഉണ്ടാവണം. ആ സമയത്ത് ഇതൊക്കെ ഒരു സിംബോളിക് സാധനങ്ങളാണെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നു, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിരിക്കും. കപ്പിൾ പറഞ്ഞ ഓർക്കുന്നുണ്ട്, അവര് വിവാഹ ദിവസം എടുത്ത ഈ വാഗ്ദാനം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അവര് ഉറങ്ങുന്നതിന് മുമ്പ് പിടിച്ച് രണ്ടുപേരും കൂടി എല്ലാ ദിവസവും ഒത്തിരി വഴക്കൊക്കെ ഉണ്ടാകും, അടിയൊക്കെ ഉണ്ടാകും, എല്ലാം ശരിയാണ്. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കൈ പിടിച്ചിട്ട് എല്ലാ ദിവസവും വിവാഹ വാഗ്ദാനം ചെയ്തിട്ട്, അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അന്ന് കൊടുത്ത അന്നത്തെ ബൈബിള്, അവർ മേടിച്ചു കൊടുത്ത ബൈബിളായിരുന്നു പള്ളിയിൽ. അവർ കൈവച്ച് അതേ ബൈബിൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് വെച്ചിരിക്കുകയാണ് വീട്ടിൽ തന്നെ. എല്ലാ ദിവസവും അതിന് മുമ്പിൽ പോയി കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ എക്സ്റ്റെൻഡഡ് സെലിബ്രേഷൻ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കിനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് ശരിക്കും വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വിവാഹ ജീവിതത്തിൽ കുറേ സങ്കല്പങ്ങളൊക്കെ കാണും, പ്രത്യേകിച്ച് മാരിറ്റൽ ലൈഫ്, കുഞ്ഞുങ്ങള്. നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ്, വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു കൺസെപ്റ്റ് എന്തൊക്കെയാണ്? വിവാഹത്തെ പറ്റി ഇപ്പം ഞാൻ ലിറ്ററേച്ചർ പഠിച്ചൊരു ആളാണ്. അപ്പം അതിൽ ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്നത് മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതാണ്. സമൂഹം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ആ വ്യവസ്ഥിതി നിലനിൽക്കാൻ വേണ്ടിയിട്ട് സമൂഹം ഉണ്ടാക്കിയ ഒരു സിസ്റ്റം. അതൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ എങ്ങനെയോ മനസ്സിൽ വളരെ കൃത്യമായ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥിതി എന്നതിനൊക്കെ അപ്പുറം അതൊരു സാക്രമെന്റ് ആണ്, ഒരു കൂദാശയാണ്, കൃപയൊഴുകുന്ന, സ്നേഹം പങ്കുവെക്കപ്പെടുന്ന, സ്വയം പങ്കുവെക്കുന്ന ഒക്കെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാക്രമെന്റ് ആണെന്നുള്ള ഒരു കൺവിക്ഷൻ ഒരു ഡിഗ്രി കാലഘട്ടം തൊട്ടേ മനസ്സിൽ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. GCUത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വർക്ക്ഷോപ്സുകളൊക്കെ, ഇപ്പം തിയോളജി ഓഫ് ദ ബോഡി അതുപോലുള്ള വർക്ക്ഷോപ്സ് ഒക്കെ തിയോളജി ഓഫ് ദ ബോഡി, TOB എന്നറിയപ്പെടുന്ന സാധനം കാഴ്ചക്കാർക്ക് അറിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനം വിചാരിക്കുന്നു. ഒത്തിരി തിയോളജി ഓഫ് ദ ബോഡി ജോൺ പോൾ രണ്ടാമൻ നമുക്ക് തന്നിട്ട് പോയ, അവശേഷിച്ചിട്ട് പോയ ഏറ്റവും വലിയ വിശുദ്ധ സമ്മാനങ്ങൾ തിയോളജി ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു വിശുദ്ധ ദൈവശാസ്ത്രം എന്താണെന്നുള്ളത്, പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ വിശുദ്ധി സൂക്ഷിക്കേണ്ട കാര്യങ്ങളും എല്ലാം, അതിനൊക്കെ ഒത്തിരി വർക്ക്ഷോപ്പുകൾ ഓൺലൈൻ അവൈലബിൾ ആണ്. ഷാലോമിന്റെ തന്നെ ഒരു തിയോളജി ഓഫ് ദ ബോഡി ഒരു ഡീറ്റെയിൽഡ് സീരീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബിൽ അത് കാണുക. ഉറപ്പായിട്ട് കുറേ തെറ്റിദ്ധാരണകൾ മാറി വിശുദ്ധമായ കൺസെപ്റ്റുകൾ യുവതലമുറയ്ക്ക് കിട്ടാനുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ തിയോളജി ഓഫ് ദ ബോഡി. മാരേജിനെ പറ്റി, സെക്ഷുവാലിറ്റിയെ പറ്റിയൊക്കെയുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് കുറച്ചും കൂടെ ഒന്ന് ആഴപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രൂ ഫോമിലേക്ക് വന്നത് ഇങ്ങനെയുള്ള ചില
ഇതിലൂടെയൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇനി നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് ഓൾറെഡി 3 കുഞ്ഞുങ്ങളായി, 5 വർഷം വിവാഹം കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങളായി. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഓപ്പൺനെസ് ടു ലൈഫ് കാണിച്ചത്. നിങ്ങളുടെ ആ ഒരു ജേർണി ഒന്ന് നിങ്ങൾ പറയാം. ഞങ്ങളുടെ ഇപ്പൊ എൻ്റെ ഇപ്പൊ ചെറുപ്പം തൊട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഓരോ എക്സ്പെക്ടേഷൻ ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുണ്ട്. അതിൽ എൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ തന്നെ ജീവനോടുള്ള തുറവി, പ്രോ ലൈഫിനായിട്ടുള്ള. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ ഓർക്കുന്നുണ്ട്, പെണ്ണല്ല എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്, കുഞ്ഞാണ് ഉണ്ടായിരുന്നുള്ളത്. അതെ, എൻ്റെ എക്സ്പെക്ടേഷനും അതെ, ദൈവഭക്തി, അതിലൊക്കെ ഉപരി പ്രോ ലൈഫിന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കാരണം അതിന് ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കണം. അപ്പൊ ശരിക്കും ഇതൊക്കെ ശരിക്കും നമ്മൾ എത്രമാത്രം ഇതിന്റെ കൺവിക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിലോട്ട് ഇത് തീ തൊടുമ്പോഴല്ലേ നമ്മള് ചൂട് മനസ്സിലാക്കത്തുള്ളൂ. ശരിക്കും ഈവൻ എന്റെ ലൈഫില് എനിക്ക് ഈ ജീവനോടുള്ള തുറവി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രോ ലൈഫ് മിനിസ്ട്രി ആയിരുന്നില്ല എനിക്ക് ശരിക്കും ഈ പ്രോ ലൈഫ് എന്നുള്ളത് കുഞ്ഞുങ്ങൾ കൂടുതൽ വേണം എന്നുള്ളത് എന്നെ ഒരു കൊതിയിലൂടെയാണ് കൊണ്ടുവന്നത്. കാരണം അപ്പൊക്കെ ശരിക്കും ഞങ്ങളെ ഇതൊരു അവര് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് ഇതൊരു മിനിസ്ട്രി പാർട്ടായിട്ടല്ല. പ്രോ ലൈഫ് എന്നുള്ള വേർഡ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിൻ്റെ അകത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പ്രോ ലൈഫ് എന്നുള്ള ഒരു വേർഡിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷെ അവർ കാണിച്ചു തന്നത് ഈ ഇത്രയും പിള്ളേരുള്ള ഒരു വീട്ടിലുണ്ടാവുന്ന സന്തോഷം, അല്ലെങ്കിൽ നമ്മളുടെ സിബ്ലിങ്സ് തമ്മിലുള്ള ആ ഒരു ബോണ്ട്. ഈ എൻ്റെ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇളയ എൻ്റെ സിസ്റ്റർ ജനിച്ചത്. അപ്പോൾ അന്ന് അതിൻ്റെ അകത്തൊരു ഷെയിം ഫാക്ടർ ഉണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ഞാൻ ടോഫിയും കൊണ്ടാണ് പോയത്. 12th പഠിക്കണ ഞാൻ ടോഫിയും കൊണ്ട്. അന്ന് അവിടുത്തെ ഒരു റിയാക്ഷനിലാണ് ഇങ്ങനെ ഒരു ഫാക്ടർ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലായത്. ഇത് ഭയങ്കര നമ്മൾ ഈ നാണക്കേടിൻ്റെ ഒക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂളിലേക്ക് എത്തിയ ഒരാൾക്ക് അവരുടെ എന്താ പറയുക, അവരുടെ അമ്മയ്ക്കും അപ്പയ്ക്കും ഒരു കുഞ്ഞുണ്ടാവുമെന്നൊക്കെ ഉള്ളത് ഭയങ്കര നാണക്കേടായിട്ടും ക്വസ്റ്റ്യനബിളായ ഫാക്ടേഴ്സ് ഒത്തിരി സിനിമകളിലൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെ, ചലഞ്ചിങ് ആണ് സംബന്ധിച്ചിടത്തോളം. എന്തുമാത്രം പ്രോ ലൈഫിന് വേണ്ടി നിൽക്കുന്നവർ എന്തുമാത്രം, കാരണം ഞങ്ങൾ ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ റിയാലിറ്റി മനസ്സിലായത്. 3 കുഞ്ഞുങ്ങളായല്ലോ, അതിന്റെ ആദ്യത്തെ ഉറപ്പായിട്ട് എക്സൈറ്റ്മെന്റ് പാർട്ടായിരിക്കുമല്ലോ. അതെ, ഓബ്വിയസ്ലി. പക്ഷെ രണ്ടാമത്തെ വന്നപ്പോഴത്തേക്കും പെട്ടെന്നായിരുന്നു എല്ലാം വന്നത്. പക്ഷെ എങ്കിലും എല്ലാം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതമാണെന്ന് അറിയെങ്കിൽ കൂടിയും നമ്മൾ മാനുഷികമായിട്ട് ചിന്തകൾ അവിടെ വരാലോ. അപ്പോൾ അതെന്നെ ഒരുപാട് ചലഞ്ച് ചെയ്തു ശരിക്കും ഇതങ്ങനെ. പക്ഷെ എങ്കിൽ കൂടിയും അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ഈ ലൈഫ് പാർട്ട്ണറിന്റെ ഒരു വില അവിടെയാണല്ലോ. നമ്മള് വിവാഹത്തിന്റെ അവിടെ കൊടുക്കുമ്പോൾ ശരിക്കും വിവാഹത്തിൽ സംഭവിക്കുന്ന ഒരു ഫ്രൂട്ട് അവിടെ കൊണ്ടു നടക്കുന്നത്, നമ്മൾ പരസ്പരം ഒരു സാക്രിഫൈസ് സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫ്രൂട്ട് നമ്മുടെ മക്കളിലൂടെയാണ് അത് എന്താ പറയാ നിർവഹിക്കപ്പെടുന്നത്. വിവാഹത്തിന്റെ കംപ്ലീഷൻ സംഭവിക്കുന്നത് നമ്മൾ അവിടെ ഒരു ജീവൻ ഉണ്ടാകുമ്പോഴൊക്കെയാണ്. സ്നേഹം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആണല്ലോ. അപ്പൊ ഇതൊക്കെ അറിയാം, ഇതൊക്കെ തിയോളജിക്കലായിട്ട് തലയിലുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് ഇതിലോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മള് ശരിക്കും ഒരു ചലഞ്ചായിരുന്നു. പക്ഷെ അതിന് എന്നെ ശരിക്കും ഈ പറഞ്ഞ പോലെ ദൈവഭക്തിയുള്ളൊരു ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉള്ളത് കൊണ്ട് എന്നെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു നിങ്ങൾക്കിപ്പോ ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യനും ഒരു ക്രൂവൽ ജോക്സിന്റെ പാർട്ടാണല്ലോ. ക്രൂവൽ ജോക്കിന്റെ പാർട്ടാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വരുന്നത്. അത് നിങ്ങൾ വളരെ 25 26 ഉള്ളപ്പോഴത്തേക്ക് ഒരാൾ കഴിഞ്ഞു, ശേഷം 10-12 മാസം ഇപ്പൊ അടുത്താൾ വന്നു, അതിനുശേഷം അടുത്താൾ വന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ള പണി എന്നൊക്കെ ഉള്ള ക്രൂവൽ ജോക്കുകളൊക്കെ ഉറപ്പായിട്ട് വരുമല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, പുറത്ത് പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാണ്ടാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ മാരേജിലേക്ക് കയറി. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് 1 ഇയർ ഞങ്ങളുടെ വളരെ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. ലിറ്ററലി നമ്മൾക്കൊരു ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫിനാൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ കൂടിയായിരുന്നു. പക്ഷെ പണ്ട് പറഞ്ഞേക്കണ ശരിക്കും എൻ്റെ ഈ ഒരു ഫാദർ, ആസ് എ ഫാദർ എന്നുള്ള റോളിൽ എൻ്റെ ഫാദർ കുറേ എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഈ ഈശോനെ വിശ്വസിച്ച് ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് മക്കളെ സ്വീകരിക്കുമ്പോഴത്തേക്ക് ഓരോ മക്കളും അത് ഫിനാൻഷ്യലി മാത്രമല്ല എല്ലാ മേഖലയിലും നിന്റെ ഫാമിലിക്ക് വരുന്ന ഓരോ ബ്ലെസ്സിങ് ആയിട്ട് വരും. അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒരു ജസ്റ്റ് ഒരു ഫാന്റസി സ്റ്റോറി പോലെ നമ്മൾ കേട്ട് വന്ന്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ആദ്യത്തെ മോളുടെ ന്യൂസ് വന്നപ്പോഴാണ് എൻ്റെ കരിയറിലും ശരിക്കും ഞങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് എലിവേഷൻ കൊണ്ടുവന്നു.
ആൻഡ് രണ്ടാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങൾക്ക് ചാലഞ്ചിങ് ആയിരുന്നു. ഫസ്റ്റ് ഇപ്പൊ അതായത് മൂത്ത ആൾക്ക് 1 വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ആ ന്യൂസ് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറെ ആസ് യൂഷ്വൽ കോമഡികൾ ആൾക്കാർ പറയണ പോലെ ജനറലി നിനക്ക് ഇത് തന്നെ പണിയല്ലാന്ന്. പക്ഷെ അത് എനിക്ക് വളരെ കൂളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നു. കാരണം എനിക്ക് ഇത് എൻ്റെ എക്സ്പെക്ടേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എൽറിയ ശരിക്കും ഡൗൺ ആയ വളരെ ചെറിയൊരു മൊമെന്റ് ആയിരുന്നു, ഒരു 2-3 ദിവസത്തെ ഒരു മൊമെന്റ്. അതിന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷെ എൽറിയയുടെ റിയാക്ഷൻസിൽ നിന്നൊക്കെ മനസ്സിലായി. ഞങ്ങൾ ഒരു ദിവസം ഞാൻ എൽറിയ എടുത്ത് പറഞ്ഞു, വാ നമുക്കൊരു ഡ്രൈവിന് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങള് ഇത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് തോന്നി, അതായത് ആ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നല്ലോ. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. പക്ഷെ ആ സമയത്ത് എനിക്ക് തന്നൊരു കൺവിക്ഷൻ ആയിരുന്നു. ഞാൻ മനുവിന് എൻ്റെ വിവാഹത്തിന് ശേഷം ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായി. ആ വിവാഹത്തിന് ആ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഇൻഫാക്ട് മനു അത് അതിൻ്റെ കളറ് ശരിയായില്ല. ആ ഒരു മുഖത്തുണ്ടാവുന്ന ഒരു ഡിഫറൻസിയേഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടിയും അത് എൻ്റെ അടുത്ത് കാണിച്ചിരുന്നത് എന്തുമാത്രം വിഷമം എനിക്ക് സംഭവിച്ചാനെ. അപ്പോൾ അത് മനു എന്നെ മനസ്സിലാക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ദൈവം എന്ത് ആഗ്രഹിച്ച് തരുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു നിനക്കത്. അപ്പോൾ നിന്റെ മുഖത്ത് ചെറിയ വരുന്ന ഒരു വിഷമം പോലും ആ ദൈവത്തിന് എന്തുമാത്രം വിഷമപ്പെടുത്തിയിട്ടുണ്ടാവും. അത്രയും എക്സ്പെക്ടേഷനോടി ജോബിനൊക്കെ ദൈവം കൊടുത്ത ഒരു, അതായത് ദൈവം നീ എറിഞ്ഞോ സാത്താനോട് ചലഞ്ച് ചെയ്യാണല്ലോ, നീ പരീക്ഷിച്ചോളൂ. അതെ, പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു, അപ്പൊ എന്തുമാത്രം നിന്നെ അത് ഇത് ചെയ്യുന്നുണ്ട്, അത് എന്തുമാത്രം ദൈവം ലുക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു, എന്നെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇതാണ് കോംപ്ലിമെന്ററി നേച്ചർ ഓഫ് മാരേജ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾ ഡൗൺ ആയിരിക്കുമ്പോൾ മറ്റൊരാൾ മനസ്സിലാക്കുക, അത് വലിയ തുറവിയും കൂടി വേണം കേട്ടോ. മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല പല തിരക്കുകൾ കൊണ്ട്. ഓപ്പൺ ആയിട്ട് പറയുക, വി നീഡ് ടു ടോക്ക് എന്ന് പറയുക, ഒന്ന് ആശ്വസിപ്പിക്കുക. മറ്റാർക്ക് മനസ്സിലാവുന്നേക്കാൾ കൂടുതൽ മനസ്സിലാവുന്ന ഉറപ്പായിട്ടും ലൈഫ് പാർട്ട്ണർക്ക് തന്നെയാണല്ലോ. ആൻഡ് അതിന് ഞങ്ങളെ തിരിച്ച് ഞങ്ങളൊരു ട്രാക്കിലേക്ക് ഇടും. അത് ഞാനിപ്പോഴും ഞാൻ പറയും എൽറിയുടെ അടുത്ത്, അത് ഞാൻ സംസാരിക്കണമല്ല, അവിടെയാണ് നമ്മളുടെ ഉള്ളിലെ ഈ സാക്രമെന്റ് ഗ്രേസ് വർക്ക്ഔട്ട് ആവുന്നത്. ദൈവം സംസാരിക്കുന്നതോടെ ചാനലും കൂടെയാണ് ഈ മാട്രിമണി എന്നുള്ളത്. നമ്മൾ ഈ വീണ്ടും ഈ ലിവിങ് ടുഗദർ എന്ന പാപത്തെ പറ്റി നമ്മൾ ഡിസ്കഷൻ അതെല്ലാം അവിടെ എത്തിച്ചേർന്ന്. ദിസ് ഈസ് ആക്ച്വലി നമ്മളൊരു ടെൻഷൻ വരുമ്പോൾ, സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഉയരാനായിട്ട് തരുന്ന ആ കൃപയാണ് വിവാഹത്തിൽ കിട്ടുന്നത്. എത്ര കൺഫ്യൂഷൻ വന്നാലും എത്ര സ്ട്രഗിൾ വന്നാലും ഒന്ന് പൊങ്ങാനായിട്ടുള്ള വലിയൊരു കൃപ. ഇറ്റ്സ് ആക്ച്വലി ഓൺലി ത്രൂ സാക്രമെന്റൽ ഗ്രേസ്. നമുക്കിനി നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ലൈഫിനോട് കാണിച്ച ഓപ്പൺനെസ്സും, നിങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു പീരീഡ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് പറയാമോ? പേഴ്സണലി എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് എനിക്ക് ഈ കസിൻസിൻ്റെ പ്രഷറാവാം, സൊസൈറ്റിയുടെ പ്രഷറാവും, മനു പറഞ്ഞ പോലെ. അപ്പോൾ ഓക്കെ, കുറച്ച് ടൈം വേണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ. അത് പക്ഷേ ഐ തിങ്ക് ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് ആയപ്പോൾ ഐ ഫെൽ ഇറ്റ് വാസ് റോങ്. ആ ഒരു സാധനം ദൈവം നേരത്തെ തന്നെ അത് മനസ്സിലാക്കി കൊടുത്തത് ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ വളരെ പ്രെയർഫുൾ ആയ മനുഷ്യർക്ക് മാത്രം, നമ്മൾ കണക്റ്റഡ് ആയ മനുഷ്യർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു കോമൺ ഒരു രോഗത്തിന്റെ ഒരു ഫസ്റ്റ് ഫേസ് ആണ് ആക്ച്വലി അരുൺ ഇപ്പോൾ പങ്കുവെച്ചത്. നമ്മളൊന്ന് സ്പേസ് കൊടുക്കുക, സെറ്റിൽ ആവട്ടെ, ജോലി ശരിയാവട്ടെ, വിദേശത്തേക്ക് പോട്ടെ, അതിനുശേഷം കുഞ്ഞുങ്ങൾ മതി. ഇതൊരു ഭയങ്കര, എനിക്ക് തോന്നുന്നു സാത്താൻ പറഞ്ഞു പറ്റിച്ച വലിയൊരു ഏടാണത്. അത് നമുക്ക് ഇതാണ്ടും പിന്നെ മനുഷ്യപ്രയത്നം മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതെന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കും. വെൻ വി ആർ സെറ്റിൽഡ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അവളുടെ കല്യാണത്തിന് ഞാൻ ഇടയ്ക്കൊക്കെ സൗഹൃദമുള്ളവർ ചോദിക്കും കുഞ്ഞുങ്ങളൊന്നും ആയില്ലായിരുന്നു. ഇപ്പോൾ പറയും ഞങ്ങൾ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പോകും, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ, ഞങ്ങളൊന്ന് സെറ്റ് ആവട്ടെ. 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 4-ാം വർഷമൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് വാനക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ചെറിയ നിരാശയൊക്കെ വന്നു തുടങ്ങി തോന്നുന്നു. ഒരു 5-ാമത്തെ വർഷം 6-ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് കഠിനമായ നിരാശയായിരുന്നു. എപ്പോഴും പ്രാർത്ഥനയും ധ്യാനം കൂടുതലൊക്കെ ആയിട്ട് വേറൊരു ലൈഫായിരുന്നു. പിന്നെ അവസാനം 7-ാം വർഷത്തിലാണ് അവർക്ക് ഒരു കുഞ്ഞിന് ലഭിക്കുന്നത്. ശരിക്കും മനുഷ്യൻ ആഗ്രഹിച്ച് ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സംഭവമല്ലല്ലോ. പ്ലീസ് കണ്ടിന്യൂ. ആ ഒരു കൺവിക്ഷൻ വന്നു. പിന്നെ വി ഹാവ് ബീൻ ഓപ്പൺ. പേഴ്സണലി ഞങ്ങൾ രണ്ടുപേരും ഓപ്പൺ ആണ്. സ്റ്റിൽ വെയിറ്റിംഗ്. ഞങ്ങൾ ഇഷ്യൂ വരാൻ വെയിറ്റ് ചെയ്യുന്നു. ഈ ലൈഫിനോടുള്ള ഓപ്പൺനെസ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പം എൽറിയ പറഞ്ഞ പോലെ അതിനെപ്പറ്റി അത്ര ആധികാരികമായിട്ട് പറയാൻ, അതായത് അതെത്ര ചലഞ്ചിങ് ആണ് എന്നുള്ളത്, പാരന്റിങ് എത്ര ചലഞ്ചിങ് ആണെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ലെവൽ എത്തിയിട്ടില്ലല്ലോ. പക്ഷെ അപ്പോഴും പക്ഷെ അപ്പോഴും ഈ ജീവനോടുള്ള തുറവി എന്നുള്ളത് എപ്പോഴും, അതും ഈ പറഞ്ഞ പോലെ ഞാൻ നടന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടിയ ചിന്തയായിരിക്കും. ഇപ്പം കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ ഭയങ്കര കോമൺ ആണ് ഇപ്പം.
അതൊരു തെറ്റാണ് എന്നുള്ളൊരു കാര്യം പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളെ പറ്റിയും നമുക്ക് അത്രയും ഒരു ബോധ്യങ്ങൾ പല സമയങ്ങളിലും കിട്ടാതെ പോവാ. അങ്ങനെ ഒരു ബോധ്യമൊക്കെ തമ്പുരാൻ തന്നത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ്. ഇപ്പം ചില പ്രപ്പോസൽസ് ഒക്കെ വന്ന സമയത്താണെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പം എവിടെയോ എങ്ങനെയോ ഈ ഒരു ടോപ്പിക്ക് തമ്പുരാനായിട്ട് കൊണ്ടു തരുമായിരുന്നു. അപ്പം ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഓപ്പൺനെസ് ഇല്ല എന്ന് കാണുമ്പം ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നെങ്കിലും എവിടെയോ തമ്പുരാൻ അങ്ങനെ ഒരു ധൈര്യം തന്നിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോവാതെ തമ്പുരാൻ കാത്തു വെച്ചിരിക്കുന്ന ആ ഒരാൾക്ക് വേണ്ടി ആ ഒരു തുറവയോടെ ആ ഒരു ബോധ്യത്തോടെ നിൽക്കാനൊക്കെ തമ്പുരാൻ 3 വർഷം കാത്തിരിപ്പിന് ഇടയ്ക്ക് സംഭവിച്ച കാര്യമാണിത്. അപ്പൊ അന്ന് നമ്മളത് വേണ്ടാന്ന് വെക്കുമ്പോഴും അടുത്തത് വരാൻ പോകുന്ന ആരാന്നോ എന്താണോ ഇങ്ങനെയുള്ള ഓപ്പൺനെസ് ഉള്ള ആളാകുന്നു ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറഞ്ഞ പോലെ തമ്പുരാന്റെ കൂടെ നിന്നു, ആ ബോധ്യം മനസ്സിൽ സ്ട്രോങ് ആയിരുന്നു, അതുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ അതിന്ന് ആ തീരുമാനം തമ്പുരാനെ എടുപ്പിച്ചതായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അരുൺ. ഇത്രയും നല്ലൊരു അരുണിനെ കിട്ടിയത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ടേണിംഗ് പോയിന്റിന്റെ ആദ്യ എപ്പിസോഡിൽ ഡേറ്റിംഗ് നമ്മളൊന്ന് പറഞ്ഞു വെച്ചിരുന്നു. അതായത് ഒരാളെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ചില ക്രൂഷ്യൽ ക്വസ്റ്റ്യൻസ്, വിവാഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, വിവാഹ ജീവിതത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, ലൈഫിനുള്ള ഓപ്പൺനെസ്, കോൺട്രാസെപ്റ്റീവ്സ്, സെക്ഷുവാലിറ്റി, ഇതുപോലത്തെ ക്രൂഷ്യൽ ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ വേണം ഒരാളെ ഡേറ്റ് ചെയ്ത് വിവാഹം ഉറപ്പിക്കാനായിട്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് കറേജ്. അപ്പോൾ നമുക്കിനി ഒരു നെക്സ്റ്റ് ലെവൽ, ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വിചാരിക്കും നിങ്ങളെ കണ്ട് ദൂരെ കെട്ടിയിറക്കിയ ആൾക്കാരെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാം പറയുന്നത് നമ്മുടെ ദൈവം തന്ന നന്മകളെ പറ്റി എണ്ണിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ എല്ലാവരെ പോലെ തന്നെ സ്ട്രഗിൾസ് ഉള്ള സാധാ കുടുംബം തന്നെയാണ് ഇവർ. അപ്പോൾ നമ്മുടെ ഈ സ്ട്രഗിൾസ്, പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വേർ യു ആർ ഗോയിങ് ആക്ച്വലി, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ഇപ്പോൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനുള്ള പേടി തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് വാട്ട്സ് എ സൊല്യൂഷൻ ആക്ച്വലി? എല്ലാവർക്കും ആകെ ഒറ്റ വൺ സൊല്യൂഷൻ, ടേൺ ടു ഗോഡ്. അല്ലെങ്കിൽ അതിൻ്റെ അത് നോ ഡൗട്ട് ആണ്. അതിന്റെ ഹൗ വി എക്സിക്യൂട്ട് എന്നുള്ളതാണ്. ശരിക്കും ചില സ്റ്റേജസിൽ നമ്മൾ ഒറ്റക്ക് പോയി പേഴ്സണലി നമ്മൾ പോയി ഇരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. അത് ലൈഫ് പാർട്ട്ണർക്ക് ഒരു മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ. അതെ, അതിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും മനസ്സിലാവാത്ത കാര്യങ്ങളിൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം, പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് ഈ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കണേ കാര്യം. ഞാൻ മനുവിന്റെ ഞാൻ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു സിമ്പിൾ പ്രയർ ആണ്. വളരെ എഫക്റ്റീവ് ആണ് അത്. എന്താ പറയുക, നമ്മളത് പറയുമ്പോൾ വളരെ ചെറിയൊരു പ്രയർ ആണ്, പക്ഷെ എക്സാക്ട്ലി നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാധനം അപ്പുറത്തെ ആൾക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവെ എന്റെ അപ്പുറത്തേക്കുള്ള പരിശുദ്ധാത്മാവിനെ സംസാരിച്ച് എല്ലാം ഒരാൾ തന്നെയാണല്ലോ. ഏറ്റവും കൂടുതൽ ആവശ്യം വിവാഹ ജീവിതത്തിലാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്യണ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഇൻഡിഫറൻസസ്, ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ഇഷ്യൂസ് വരുമ്പോൾ ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത്, ഞങ്ങൾ ഡ്രൈവ് ചെയ്യും. ഞങ്ങൾ ഡ്രൈവിന് ഒരുമിച്ച് ഞങ്ങൾ പോകും. ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു സെറ്റ് ഓഫ് ഒരു പ്രെയർ ഞങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഞങ്ങളുടെ പാരൻസ് ചെയ്യണത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ലൈഫിലെ എല്ലാ ദുഷ്ടാരൂപിക ശക്തികളെ എല്ലാത്തിനെയും ബൈൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രെയർ, ഒരു സ്മോൾ പ്രെയർ. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പിന്നെ ബാക്കി ആ കോൺവെർസേഷൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഉടനെ തന്നെ ഞങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ഇത്, കാരണം ഫസ്റ്റ് തിങ് നമ്മൾ അവിടെ സറണ്ടർ ചെയ്തിട്ടാണ് നമ്മളത് ആ പ്രെയറിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ ആ പ്രോബ്ലംസ് ഓട്ടോമാറ്റിക്കലി ഡൈല്യൂട്ടഡ് ആവും. ആൻഡ് പിന്നെ ബാക്കി നമ്മളുടെ ആ ഒരു ഡ്രൈവ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വിശുദ്ധ കുർബാന, ഞങ്ങള് ഒരു ദിവസം കുർബാന കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ കാര്യം അയച്ചു കഴിഞ്ഞാൽ തലവേദന എടുക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ആ ഗ്രേസ് രാവിലെ തന്നെ മേടിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട്, ഇപ്പൊ ഞങ്ങളുടെ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളാണെങ്കിലും പിള്ളേരുടെ കാര്യത്തിലോട്ടാണെങ്കിൽ എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതി എല്ലാം കാണിച്ചു തരും ഈശോ. ആ ഗ്രേസ് ഓട്ടോമാറ്റിക്കലി രാവിലെ തന്നെ മേടിച്ചെടുത്ത് ഒരു പെന്തക്കോസ്ത സോങ് ഉണ്ടല്ലോ, കൃപയെന്നല്ലാതെ അതെ അതെ എന്നാ പറയാനാന്നല്ലാതെ വേറൊന്നും പറയാനില്ല. രാവിലെ കർത്താവ് കൃപാന കൃപയല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതെ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിവാഹത്തിൽ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രഷർ, നമ്മൾ ഈ എക്സ്പെക്ടേഷൻ വെച്ചത് റിയാലിറ്റി വലിയൊരു ലോകം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഇവന്റെ ആരുടെ ചിരി കാണുമ്പോൾ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമാവും? പ്ലീസ്. എല്ലാവരും ഒരു ഫാമിലി പോലെ നമുക്കും കുഞ്ഞു ഡിഫറൻസസ് ഉണ്ട്. ഞങ്ങൾ എൻറ്റയർലി കുറേ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, എൻ്റെ നെഗറ്റീവും പോസിറ്റീവും അത് തന്നെയാണ്. കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അൺപ്ലാനഡ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടല്ലെങ്കിൽ ഞാൻ പോകും. പക്ഷെ അവിടെയാണ് എനിക്ക് ഷാലു അത് നേരെ തിരിച്ച. അവള് കുറച്ചുകൂടി ആഡ്ഹോക്ക് ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ ഇഷ്ടമല്ല.
അപ്പൊ അവിടെ ഇഷ്ടമല്ലാന്നല്ല എനിക്ക് അറിയില്ല. പറ്റാഞ്ഞിട്ടാ. അപ്പൊ ഈ പ്ലാനിങ്സ് ആണ് ആദ്യം കുറച്ച് എന്താ എനിക്ക് ഞാൻ എനിക്കൊന്ന് പ്ലാൻ ചെയ്തുകൂടെ അങ്ങനെ ചെയ്ത്. പിന്നെ എനിക്ക് ഒരു റിയലൈസേഷൻ ഓവർ ടൈം, ഇപ്പോഴും 100% ഞാനത് ആയിന്നല്ല, പക്ഷെ ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ 1 year ago. അല്ല ഞാൻ എന്റെ പോലെ അല്ല എല്ലാവരും ആവണം നിർബന്ധമില്ല. there is a different way of living also എന്നൊരു acceptance. ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു സാധനം, ഈ പറഞ്ഞ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പ്രാർത്ഥിച്ചിരുന്ന സമയങ്ങളിൽ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു വചനം എഴുതുമായിരുന്നു. ഈ ഉൽപ്പത്തി 2-ാം അധ്യായം 18-ാം വാക്യം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പം നമ്മൾ ഒരാലോചനയ്ക്കും അല്ലെങ്കിൽ ഒരാള് ഈ വ്യക്തി അല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരിക്കലും ആ വ്യക്തി ചീത്തയായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി നെഗറ്റീവ് ഉണ്ട്, അവരെക്കാൾ മേന്മയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടോ അല്ല, ഒരിക്കലും അല്ല. പക്ഷെ എനിക്ക് ചേർന്ന അല്ലെങ്കിൽ എനിക്കായി ദൈവം കരുതി വെച്ചിരിക്കുന്ന ആൾ ഇതല്ല എന്നുള്ളൊരു തോന്നൽ എവിടെ ഉള്ളതുകൊണ്ട് അപ്പം എടുത്ത ഓരോ ഡിസിഷനിലും എനിക്ക് തോന്നുന്നു ഈ ഒരു വചനത്തിന്റെ അഭിഷേകം ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒന്നുകൂടി പറഞ്ഞ ഉൽപ്പത്തി 2-ാം അധ്യായം 18-ാം വാക്യം, നിനക്ക് ചേർന്ന ഇണയെ ദൈവം നൽകും. നിനക്ക് ചേർന്ന ഇണയെ ദൈവം നൽകും. അപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞങ്ങളുടെ രീതികളിൽ, ചിന്തിക്കുന്ന രീതികളിലൊക്കെ. പക്ഷെ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ എന്നും കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് സമയം, വളരെ വലിയ പ്രാർത്ഥനകളൊന്നും അല്ലെങ്കിലും ഒരു അധ്യായം വായിക്കുന്നതും 3 നന്മ പറഞ്ഞോറേം ചെല്ലുന്നതും അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് സമയങ്ങള്. ഷാലു ഈ ഒരു അധ്യായം വായിക്കുന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാട്ടോ. ഞാനൊക്കെ ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് കഷ്ടപ്പെടാറുണ്ട്. അല്ല, നമ്മൾ ഉറങ്ങിപ്പോവാറുണ്ട്, അല്ലാതെ മാക്സിമം നമ്മൾ ആ ഒരു കാര്യത്തിനോട് നീതി പുലർത്താൻ പരിശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓഫീസിനടുത്ത് ദിവ്യാരണ ചാപ്പലുണ്ട്. അപ്പം ഇടവേള കിട്ടുമ്പോഴും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പും കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാൻ കിട്ടുന്ന ഒരു സമയം, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ചലഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രഷറൊക്കെ വെൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു ഏരിയ ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കയറി ചെന്ന ആ ഒരു കുടുംബം, എനിക്ക് ഞാനായിരിക്കാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. ഒരിക്കലും ഞാൻ അവിടെ വിധിക്കപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. 2 ഫാമിലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രയർ, ഇപ്പം ഇവിടെ ആണെങ്കിലും പപ്പയും അമ്മയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. 2 സൈഡിലെ നാത്തുമാർ എല്ലാവരും ഒത്തിരി സപ്പോർട്ടിംഗ് ആണ്, കസിൻസ് ആണെങ്കിലും ഒക്കെ. ഒരിക്കലും ഒരു വിധിക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ആവണം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഫാമിലിയിൽ നിന്ന് ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു മുമ്പോട്ടുള്ള ഒരു ജീവിതത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായി, അല്ലെങ്കിൽ ആ ഇനീഷ്യൽ ആ ഒരു നമ്മുടെ പേടികളൊക്കെ ഒന്ന് അടങ്ങാൻ സഹായിച്ച ഘടകങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ ഒത്തിരി കഥകൾ ഇനിയും വീണ്ടും വെച്ചുകൊണ്ട്, പക്ഷെ ഇതെല്ലാത്തിനും ഒറ്റ സിംഗിൾ ലൈൻ പറയാവുന്നത് മനു പറഞ്ഞ ഒരു കമന്റ് ആണ്, ടേൺ ടു ഗോഡ്. ദൈവാനുഭവത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും കഥകൾ മാത്രമേ ഈ കുടുംബത്തിന് പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു കുടുംബം ബിൽഡ് ചെയ്യുന്നതിനും നമ്മുടെ വിവാഹത്തിൽ എല്ലാവരും പറയുന്ന പ്രസംഗവും ചിന്തയും തന്നെയാണല്ലോ. 3 പേർ തമ്മിലുള്ള വിവാഹം, കർത്താവിനൊപ്പം യാത്ര ചെയ്യാനുള്ള വലിയ, അതിൻ്റെ കൂടെ സമ്മാനമായിട്ട് കിട്ടുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള വലിയ ഓപ്പൺനെസ്സും അല്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതം പങ്കുവെച്ചിട്ട് അവസാനിപ്പിക്കാം. ഭയങ്കര രസകരമായിട്ട് നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന, ഒത്തിരി തമാശയൊക്കെ പറയുന്ന ഒരു അപ്പനാണ്. 4 പെൺമക്കളുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സിസ്റ്റർ, തൊട്ടടുത്തുള്ള സിസ്റ്ററാണ്, മക്കളൊക്കെ വളർന്നു വരുമ്പോൾ ഒരാളെ എങ്കിലും ഞങ്ങൾക്ക് തരണം, ദൈവവേലയ്ക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ അങ്കിള് ചേട്ടൻ മനോഹരനോട് ഉത്തരം പറയാണ്, 4 പേരും അവര് ഞങ്ങളുടെ ജീവിതം കാണട്ടെ, നിങ്ങളുടെ ജീവിതം കാണട്ടെ, അവർക്ക് ഏത് കൊതി വരുന്നോ അത് അവർ തിരഞ്ഞെടുക്കട്ടെ. ദൈവവിളി തിരിച്ചറിയാനുള്ള വഴി അങ്ങനെ, കൊതിയൊക്കെയാണ് ദൈവവിളി തിരിച്ചറിയുള്ള വഴികൾ. പക്ഷെ അത് ഒരു അപ്പൻ്റെ കോൺഫിഡൻസ് ആണ്. ശരിക്കും അത്രയും കൊതിപ്പിക്കുന്ന കുടുംബങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ. അങ്ങനെ ആകുമ്പോൾ സാത്താൻ ഒരിക്കലും കുടുംബബന്ധത്തെ തകർക്കുന്ന, വിവാഹ ജീവിതത്തെ തകർക്കുന്ന ഒന്നിനും ഈ ഭൂമിയിൽ വാഴിക്കാൻ ഇടവരത്തില്ല. അതുകൊണ്ട് തമ്പുരാനെ ഈ ഒരു ദിവസം ഞങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൊതിപ്പിക്കുന്ന കുടുംബങ്ങൾ ഇനി ഒത്തിരി ഭൂമിയിൽ വളരട്ടെ, ഒത്തിരി ചെറുപ്പക്കാർ വിവാഹജീവൻ തിരഞ്ഞെടുക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നീ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശയിലൂടെ ഒത്തിരി വിശുദ്ധമായ കുടുംബങ്ങൾ ഈ ഭൂമിയിൽ രൂപപ്പെടട്ടെ. വിവാഹം വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവരും വിവാഹം വേണ്ട എന്ന് കരുതി മറ്റു ജീവിത ചര്യകളിൽ ഏർപ്പെട്ടവരും വിവാഹത്തിനായി കാത്തിരിക്കുന്നവരും ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് വിവാഹം നടക്കാതെ നിരാശയിൽപ്പെട്ടവരുമായ എല്ലാ മക്കളെയും നിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം തുടങ്ങിയിട്ട് അതിൽ ബുദ്ധിമുട്ടുന്നവർ, ആഴപ്പെടാൻ പറ്റാത്തവർ, കൺഫ്യൂഷൻ ആയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഡിവോഴ്സിനെ പറ്റിയൊക്കെ ആലോചിച്ചിരിക്കുന്ന അനേക കുടുംബം തമ്മിലാണ്. ഈ ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന് വലിയ കൃപ അവർക്ക് കിട്ടി, ഒരു ക്ലാരിറ്റി വരട്ടെ, അവരുടെ ഹൃദയങ്ങൾ ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടട്ടെ, അവരുടെ ബന്ധനങ്ങളൊക്കെ ഒന്ന് അഴിഞ്ഞു മാറട്ടെ. തമ്പുരാനെ, അവരെ വിഭജിക്കുന്ന ആത്മാവ് അവരുടെ കുടുംബത്തിൽ നിന്ന് പോയി നിന്റെ പരിശുദ്ധാത്മാവ്, ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധാത്മാവ് ആ കുടുംബങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ അനേക കുടുംബങ്ങളിൽ ഇറങ്ങി വരട്ടെ. കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നവര്, തമ്പുരാനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉള്ളവർ, തകർന്നു പോയവർ എല്ലാവരെയും തമ്പുരാൻ നിന്റെ സ്നേഹത്താൽ, നിന്റെ ആത്മാവിനാൽ കൂട്ടി യോജിപ്പിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, ഔസപിതാവേ, സകല വിശുദ്ധരെ,
ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ഒരു രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് ശക്തമായിട്ട് അനുഗ്രഹങ്ങൾ അയക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്